ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു വേപ്പ് ടീന കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടാകുന്ന വേപ്പ് ഒരെണ്ണം പറിച്ചു കളഞ്ഞ് പഴയ വീഡിയോ ഉണ്ടാകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ പുതിയൊരു വേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെയൊരു സൈഡിൽ പിടിപ്പിക്കണം. വേപ്പ് കാര്യങ്ങളൊക്കെ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണല്ലോ. ആ കൂട്ടത്തിൽ കൂടി ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഞങ്ങളുടെ അന്ന് നട്ട ചെറുപയറിൽ അച്ചിങ്ങയും പാവക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നോക്കിയേ, വേണ്ട അച്ചിങ്ങയൊക്കെ ഇതേ പൂവിട്ടിട്ടുണ്ട്. പൂവിട്ടല്ലേ, കായ്ച്ചിട്ടുണ്ട്. അത് നോക്കിയതാണ്ട് വേഗം കൊണ്ടുവന്നേ കാണിച്ചേ. എന്തെങ്കിലും മുട്ട പോലെ എന്താ സംഭവം, എല്ലാ പ്രതിവിധി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. വേണ്ടാ നോക്കിയേ, സൂം കാണിച്ചേ. വേണ്ടാ ഊട്ട പോലെ നോക്കണ. കുറച്ച് അച്ചിങ്ങ എടുത്ത് ഞങ്ങള് കറക്കി. ഇതിലും ഉണ്ട് സംഭവം, എന്തോ പേര്. അപ്പൊ അതൊന്ന് നോക്കണം. പിന്നെ പാവൊക്കെ പൂവിട്ടിട്ടുണ്ട്. അതെന്താന്നറിയില്ല. പിന്നെ പാവക്ക പൂവിട്ടിട്ടുണ്ട്. കണ്ടാ, പാവക്ക പൂവിട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടോ, മെയിനില് പൂവിട്ടിട്ടുണ്ട്. പാവക്കയ്ക്ക് വിളമ്പരി കണ്ടാ. അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണമല്ലോ. സ്ഥലം ഇഷ്ടം പോലെ ഉള്ളതാണെന്ന് അറിയാൻ അതൊക്കെ അന്വേഷിച്ചേക്കണേ. എവിടെ വെക്കും നമുക്ക് അവിടെ പിടിക്കാം. നേരത്തെ വെച്ച സ്ഥലത്ത് തന്നെ നോക്കാം. ഇല്ല, കുറച്ച് ഒതുക്കി വെക്കാം. വെക്കട്ടെ. ഹലോ, അപ്പോ വേപ്പ് കൊണ്ട് പിടിപ്പിച്ചു. പിന്നെ നമ്മളെ ഇതൊക്കെ കാണിച്ചു തന്നല്ലോ. ചായ കുടിക്കാൻ വേണ്ടി വന്നേ. ചായ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കുടിക്കണത്. ഹായ് ബാലരമ, നോക്കി ബാലരമ. ഇത് വായിക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പണ്ട് ഒരുപാട് വായിച്ചിട്ടുള്ളത്. ഇപ്പൊ മോക്ക് ബാലരമ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. ഞാനിത് ആദ്യം കിട്ടുമ്പോ തന്നെ എന്താ ചെയ്യണേന്ന് അറിയാമോ? ആദ്യം വായിക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഇതില് മായാവിയല്ല, ഇതില് സൂത്രൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. സൂത്രൻ അടിപൊളിയായിരുന്നു. നോക്കട്ടെ എന്താണ് കൊറേ ബാഗിലല്ലേ വീഡിയോ എടുക്കണത്. പിന്നെ വേരിക്കും സൂത്രൻ. ഇതാഹാറ കണ്ട സൂത്രൻ അടിപൊളിയാണ്. നല്ല കഥയാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇതിന്ന് ഞാൻ ബാലരമ വായിച്ച് തുടങ്ങണായിരുന്നു. സൂത്രനിലേ തുടങ്ങും, മായാവിയിൽ അവസാനിപ്പിക്കും. കംപ്ലീറ്റ് വായിച്ചങ്ങാണ്ട് തീർന്നങ്ങാണ്ട്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്. ഞാൻ പിന്നെ വായനാശീലം വളർത്തുന്നത് നല്ലതാണല്ലോ. അപ്പൊ നിങ്ങൾ പറയും ബാലരമയല്ല വായിക്കാൻ കൊടുക്കണത്. അങ്ങനെയല്ല, പിള്ളേര് ബാലരമയൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും അതേപോലെ നല്ല നല്ല ഇതൊക്കെ നോവലും കാര്യങ്ങളൊക്കെ വായിക്കാണ്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അക്ഷരങ്ങളൊക്കെ നല്ല ക്ലിയർ ആവും. അതിനുവേണ്ടിയാ വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ കഥ വായിച്ച് കേൾപ്പിച്ചു തരാട്ടാ. അപ്പൊ ചായ കുടിക്കട്ടെ. അല്ല, നിനക്ക് ഇതൊന്നും വേണ്ടേ? പഠിപ്പിച്ച പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിച്ച അവനത് കഴിയുമ്പോൾ ചെറിയൊരു മറ്റേ മിനി ഡ്രോൺ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞേ. മറ്റേ ഇതല്ല, വീഡിയോ എടുക്കണല്ല, മറ്റേ ഫ്ലൈ ചെയ്യണം. ഡ്രോൺ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കണേ. ഈ സാധനം വേണേ. യൂട്യൂബിൽ ഒന്നും കിട്ടണില്ല. അങ്ങനെ വീഡിയോ ഇട്ട് കൂട്ടറല്ലാണ്ട് യൂട്യൂബ് ഞങ്ങൾ കനിയയില്ല. അതെ അതല്ലേ. പിന്നെ അടുത്ത പരിപാടി എന്താണ്? ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നടവൊന്ന് റെഡിയാക്കണം. അപ്പൊ നട റെഡിയാക്കണൊക്കെ കാണിച്ചു തരാം. എന്താ കാരണം എന്നുള്ളത് നട റെഡിയാക്കണ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചായ കുടിക്കട്ടെ. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് നടയിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ. കുറച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരിത് മാല വാങ്ങിച്ചിട്ടുണ്ട് നടയിലിടാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, ഇന്ന് വണക്കമാസം, അതായത് തിരുഹൃദയത്തിന്റെ വണക്കമാസം തീർക്കണേണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നടയൊക്കെ ഒന്ന് അലങ്കരിച്ച് കുറച്ച് നേർച്ച കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി എടുക്കാന്നുള്ളത്. നട അലങ്കരിച്ച് ഈശയ്ക്ക് മാല ഇടണം. പിന്നെ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇട്ട് വരും. നീളം കുറഞ്ഞ വിലമാരൊക്കെ കുറച്ച് വെള്ളി കൂട്ടിയെടുത്താൽ അടിപൊളിയായിരിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇതാ അവിടെ എത്തൂലടാ. അല്ല, ഇങ്ങനെ ഇങ്ങനെ ഇളക്കൂലേ? അതിലൊക്കെ എത്തൂല, നീളമില്ല, പൊട്ടിക്കണോടെ.
നടയൊക്കെ എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഈശോയ്ക്ക് മാല ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പോകി ഇങ്ങനെ ഇതേപോലെ സെറ്റാക്കി. ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. വേറെ ഒന്നല്ല, ഈശോന്റെ ആ രൂപം ഒന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തത്. അവിടുത്തെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഈശോന്റെ മുഖം ശരിക്കും കാണില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതൊന്നാണ്ട് ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ വണക്കമാസം തീർക്കാൻ വേണ്ടിയുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. തിരിയൊക്കെ കത്തിച്ചു. ഇത് ചക്കരച്ചോറാണ് ചെയ്തേക്കണം. കഴിഞ്ഞ തവണ മാതാവിൻ്റെ പെരുന്നാളിന് പാച്ചോറും ഇത് മറ്റേ ഈശോൻ്റെ വണക്കമാസത്തിന് ചക്കരച്ചോറാണ് റെഡിയാക്കുന്നത്. നടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.